നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്തെ ബോബി കുഞ്ഞ് പുന്നിയൂർക്കുളത്തിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ, ശ്രീ മോഹൻ കുന്നുമ്മയിലും നമ്മുടെ ഗവർണർ ബഹുമാനപ്പെട്ട ആർലേക്കറും കൂടി കേരളത്തിൽ വീണ്ടും ഒരു ഡിബേറ്റ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അതായത് RSSന്റെ ഈ ബ്രെയിൻ വാഷിംഗ് മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് മലയാളത്തിൽ പറയുന്ന ആ വാചകം അവർ ചെയ്യുന്നത് തടയിടുന്നത് അവർക്ക് കിട്ടുന്ന ലൂക്കോം റെസ്പോൺസിന് അവർ ഇഷ്യൂ ആക്കിയെടുക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ മോഹൻ കുന്നുമ്മേൽ ഗവർണറും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ, അത് RSSന്റെ വേദിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പാറ്റകളല്ലല്ലോ, നിങ്ങൾ സിംഹങ്ങളാണല്ലോ, അതൊന്ന് ഉറക്കെ പറയാൻ പറഞ്ഞു. കുട്ടികളെ ഒന്നോ രണ്ടോ പേരുള്ള അത് പേരെ എല്ലാവരും ഗെഹിം എ ബ്ലാങ്ക് ലുക്ക്. അത് കേരളത്തിലെ ഒരു പൊതുവികാരമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇന്ന് രാവിലെ ഗവർണർ ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത്, അതായത് കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷനെ പൊളിറ്റിസൈസ് ചെയ്യുന്നു, അത് തടയിടാനാണ് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ. അപ്പൊ അത് ഗവർണർ അനുവദിക്കുന്നില്ല. ഇതൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് RSSും BJPയും കൂടെ എല്ലാ ഗവർണർമാരെ ഉപയോഗിച്ചിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. അതായത് അവരുടെ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഒത്തുപോകുന്ന ആൾക്കാരെയാണ് വൈസ് ചാൻസലർമാരാക്കുന്നത്. അത് IIT പോലും ഞാൻ കേട്ടു, പലർക്കും അവർക്ക് അങ്ങനെ ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് ഒരു കാമകോടിയെ ഉണ്ടാകത്തുള്ളൂ മദ്രാസിൽ, ബാക്കി പലയിടത്ത് ഇല്ലാത്തത് കൊണ്ട് ചിലർക്കൊക്കെ താൽക്കാലിക ചാർജ് കൊടുത്തിരിക്കുകയാണ്. അതായത് വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചിട്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് RSSന്റെ ഐഡിയാസ് അക്സെപ്റ്റബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക പുതിയ ജനറേഷനിലും. അതാണ് ഇവരുടെ പ്രധാന പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പലതരം മീറ്റിങ്ങുകൾ, ഇതുപോലെ ഇന്റലക്ച്വൽ മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് RSSകാർ, ആരോ പറഞ്ഞ പോലെ RSSും ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്സിമോറോൺ. ഇത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ്. ഇതിനിടയിൽ കൂടെയാണ് ബോബി നമ്മൾ കേൾക്കുന്നത്, RSS ചീഫ് ന്യൂയോർക്കിലേക്ക് പോകുന്നു. അവിടെ US, ഞാൻ ഇംഗ്ലീഷിൽ റിപ്പോർട്ട് ഒന്ന് വായിക്കാം. വളരെ ശക്തമായ ഒരു പുഷ് ബാക്ക് അവിടുന്നും US നിന്നും ഉണ്ടാകുന്നുണ്ട്. US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം, USCIRF ചെയർമാൻ അസീഫ് മഹമ്മൂദ്, അതുപോലെ തന്നെ അതിന്റെ കമ്മീഷണറായ ജീനി മിൽസ്, ഇങ്ങനെ രണ്ടുപേരും പറയുന്നത്, RSS leaders, even when affiliated with Indian government, should not be honored with high-level meetings or diplomatic courtesies. Instead, the US government should focus on imposing sanctions on RSS members found responsible for freedom of religious belief violations. അപ്പൊ അതിന് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി റിപ്ലൈ കൊടുക്കുന്നുണ്ട്, അങ്ങനെയല്ല, ഇത് ബയസ്ഡ് ആണ്, നമ്മൾ ഇന്ത്യ ഇപ്പോഴും പ്ലൂറലിസ്റ്റിക് രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊക്കെ അറിയാം, നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റി അവർ സോഷ്യലി സൈലൻസ് ചെയ്തിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ അതുപോലെ നോർത്ത് ഇന്ത്യയിൽ സൈലൻസ് ചെയ്യാൻ വേണ്ടി സീരീസ് ഓഫ് അറ്റാക്സ് കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് കണ്ടു. കേരളത്തിൽ മാത്രമാണ് മൈനോറിറ്റി ഗ്രൂപ്പ്സിന് ഇപ്പോഴും സോഷ്യലി അവർക്ക് സൈലൻസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കേരളത്തിലും കഴിഞ്ഞ ക്രിസ്മസിന് അവർ പല സ്കൂളുകളും ക്രിസ്മസ് ആഘോഷിച്ചാൽ ഞങ്ങൾ കയറി ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലും അത് നടന്നിട്ടുണ്ട്. അതാണ്, അത് കേരളത്തിൽ തന്നെയാണ്. മറ്റിടത്തൊക്കെ അവർ സക്സസ്ഫുള്ളി സൈലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡബിൾ സ്പീക്ക് അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തി എന്നാണോ ബോബി നമ്മൾ ഈ ഡബിൾ സ്പീക്ക് ആൾക്കാർക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഡബിൾ സ്പീക്കിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതൊക്കെ അവർ ക്രോസ് ചെയ്തിരിക്കുന്നു എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, RSS ഒരു അമീബ പോലെയാണ്. അപ്പോൾ ഒരു കാല് പൊട്ടിപ്പോയിട്ട് അതിന്റെ ഒരു അമോർഫസ് ബോഡിയാണ്. അപ്പൊ ഇവർ ഒരിക്കലും they don't have to own up.
അവര് ചെയ്ത കുറ്റങ്ങൾ ഒരിക്കലും അത് സവർക്കറാണെങ്കിലും ആരാണെങ്കിലും അവർ ഓണപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ബാബരി മസ്ജിദ് ഇടിച്ചത് അവരല്ല, അങ്ങനെയുള്ള ഒരു ലൈനാണ്. ഇപ്പൊ കൗലിഞ്ചിങ്ങിന് അവർക്ക് ഭാഗമില്ല, അവരുടെ ഫാമിലീസ് ആയിരിക്കും ഇത് ചെയ്തത്. നമുക്ക് അത് മനസ്സിലാക്കണം. രണ്ടാമത് ഈ നിങ്ങൾ ആദ്യം ഇഷ്യൂ ദാറ്റ് യു സ്റ്റാർട്ടഡ് ഓഫ് മോഹൻ കുന്നുമ്മേൽ അവിടെ ആ മീറ്റിംഗിൽ പറഞ്ഞ ഒരു കാര്യം, ആക്ച്വലി ഇയാൾ തുടങ്ങുന്ന നിങ്ങൾ സിംഹങ്ങളാണോ പാറ്റകളാണോ എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പ് അയാൾ പറഞ്ഞൊരു കാര്യം പച്ചത്തെറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് വന്ദേ മാതരം അറിയാത്തവർക്കൊന്നും അവരെ അമ്മയെ അറിയില്ല എന്നുള്ള രീതിയിലാണ് അയാൾ, അങ്ങനെയാണ് തുടക്കം. അതുകൊണ്ടാണ് ഈ കോൺട്രവേഴ്സി വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇപ്പൊ ഈ RSS എങ്ങനെ ഈ കളി കളിക്കുന്നതും അതിന്റെ ഒരു ഡബിൾ സ്പീക്ക് വരുന്നതും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് ക്യാബിനറ്റിന്റെ റെക്കമെൻഡേഷനെ മറികടന്ന് ഗവർണേഴ്സ് വൈസ് ചാൻസലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അപ്പൊ ഇതിൽ പല കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? കാരണം ദിസ് ഇസ് ടോട്ടലി അഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 163(1) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? സുപ്രീം കോടതി എങ്ങനെ ഇത് അലോ ചെയ്യുന്നത്? സുപ്രീം കോടതി പറയുന്നത് ഇത് സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കിയ സാധനമാണ്, ഗവർണറാണ് ചാൻസലർ. അപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഇത് വളരെ ഒരു ടെക്നിക്കൽ സാധനമാണ്. പക്ഷെ എന്റെ വിശ്വാസത്തിൽ ഗവർണർ ഇസ് ബേസിക്കലി ഗവർണറുടെ പണി, കാരണം പ്രസിഡന്റിന്റെ പണി യൂണിയൻ ക്യാബിനറ്റിന്റെ ഡിസിഷൻസ് എൻഫോഴ്സ് ചെയ്യാന്ന്, അതേപോലെ തന്നെയാണ് ഗവൺമെന്റിന്റെ പണി, ഗവർണറുടെ പണി സ്റ്റേറ്റ് ക്യാബിനറ്റിന്റെ ഡിസിഷൻസ് എൻഫോഴ്സ് ചെയ്യുക, അവരുടെ പോളിസികൾ അസംബ്ലിയിൽ പറയാന്നുള്ളതാണ്. നോ ഡൗട്ട് അബൌട്ട്. പക്ഷെ അത് കേരള, അത് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കേരള ഗവർണർ ഇത് ഇങ്ങനെ പറയുമ്പോൾ, ഈ വൈസ് ചാൻസലർമാരെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരമുണ്ട്, ഇങ്ങനെ ഇടപെടാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ, എങ്കിൽ യൂണിയൻ പ്രസിഡന്റ് ആണല്ലോ UGC ചെയർമാനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെ ചോദ്യം വരും. എക്സാക്ട്ലി അത് തന്നെ എന്റെ ആർഗ്യുമെന്റ്. പ്രസിഡന്റ് ആണല്ലോ മറ്റേ സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രസിഡന്റിന് യൂണിയൻ ഗവൺമെന്റ് ഇതാക്കാൻ, തന്നെ ഞാനും പറയുന്നു. അപ്പൊ സോ ദാറ്റ് ഡസ് നോട്ട് ഫ്ലൈ ഹിയർ ആൻഡ് ഐ തിങ്ക് ദ സുപ്രീം കോർട്ട് ഇസ് റോങ്. ഞാൻ അതിലോട്ട് വരുന്നില്ല. അപ്പൊ ഇതിൽ ഡബിൾ സ്പീക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻ കുന്നുമ്മേല് വൈസ് ചാൻസലറായി അപ്പോയിന്റ് ചെയ്യുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരള മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൽ അതും സർക്കാരായിട്ട് ഭയങ്കര തല്ലൊക്കെ ഉണ്ടായിട്ടാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഡബിൾ സ്പീക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു സ്റ്റാർട്ട്, ഒന്ന്, ദിസ് മാൻ ഹു ഇസ് സപ്പോസ് ടു ബി a vice chancellor in a secular country attends the meeting of a partisan organization. അത് ഒന്ന്. രണ്ടാമത്, ഈ ആർലേക്കർ പബ്ലിക്കായി പറയുന്നു ഇത് പൊളിറ്റിസൈസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അവർ ഓൾറെഡി പൊളിറ്റിസൈസ് ചെയ്ത ഒരു സാധനം, അതിനെതിരായി പറയുന്നത് ആസ് എഫ് പോളിറ്റിക്സ് ഇസ് എ ബാഡ് വേർഡ്. പോളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഈത്തവാക്കും. അവർക്ക് അത് ചെയ്യാം. അവർ ചെയ്യുമ്പോൾ അത്, ഞാൻ ഇന്നലെയോ മിഞ്ഞാന്നാണ്ട് പറഞ്ഞില്ലേ, അവർക്ക് വന്നാൽ അത് ചോരയും, ബാക്കിയുള്ളവർക്ക് വന്നാൽ അത് തക്കാളി ചട്നി എന്ന പോലെ അവർക്ക് അത് ചെയ്യാം. അവർ ചെയ്യുമ്പോൾ അത് എന്താ പറയാ, ന്യൂട്രലും അൺബയാസ്ഡും ഒക്കെയാണ്. അവരാളെ ഇത് ചെയ്യുമ്പോൾ അതിന് പുഷ് ബാക്ക് കൊടുക്കുന്നവര് ആണ് ഇത് പൊളിറ്റിസൈസ് ചെയ്യുന്നതെന്നാണ് അവര്. സോ ദേ ആക്ച്വലി ആർ ട്രൈങ് ടു ക്രിയേറ്റ് ദാറ്റ് നരേറ്റീവ്. നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് ദാറ്റ് നരേറ്റീവ് ഇസ് സെല്ലിംഗ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ USCIRF-ഉം ഇന്ത്യയും തമ്മിലുള്ള ചരിത്രം ഇപ്പോഴത്തെ ചരിത്രമല്ല. 2014 തൊട്ട്, 2014 അതിന്റെ മുമ്പ് തൊട്ട് 2002 ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ തന്നെ USCIRF വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് മോദിക്ക് US-ലേക്ക് പോകാനുള്ള വിസ അപ്പൊ 2014 തൊട്ടിട്ട് എല്ലാ കൊല്ലവും USCIRF ഇന്ത്യ റിപ്പോർട്ടിൽ വളരെ മോശമായ റാങ്കിങ്ങും ഓഡിറ്റിങ്ങും ആണ് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ അവർ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, ഇന്ത്യയിൽ മൈനോറിറ്റീസ് ആർ ബീയിങ് വളരെ വ്യക്തമായി അവർ എല്ലാ കൊല്ലവും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഇപ്പോഴാണ് ആദ്യമായിട്ട് പറയുന്നത്, പ്രകാരം മോഹൻ ഭഗവത്തിന് അവിടെ പോകണം. അപ്പൊ ഇപ്പോഴാണ് ആദ്യമായിട്ട് പറയുന്നത് എല്ലാം അങ്ങനെയല്ല. അത് പക്ഷേ
ബാക്കിയുള്ള കൊല്ലങ്ങളിലൊക്കെ ഇവരെ റെസ്പോൺസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹു ആർ ദേ ടു ഇന്റർഫിയർ ഇൻ ആർ ഇന്റേണൽ അഫയേഴ്സ്. ഇന്റേണൽ അഫയേഴ്സ് എന്നായിരുന്നു അവർ. ഇപ്പൊ പൊസിഷൻ ഒന്ന് മാറി, കാരണം ഇയാൾക്ക് അങ്ങോട്ട് പോകണം. അപ്പൊ അതിലുള്ള ഒരു ഡബിൾ സ്പീക്ക് ഇതാണ്. കാരണം RSS പറയുന്നത് അവർ പൊളിറ്റിക്കൽ അല്ല, സർക്കാരായിട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല എന്നൊക്കെയാണല്ലോ അവർ പബ്ലിക് പൊസിഷൻ. പിന്നെ എന്തുകൊണ്ട് ഒരു ബ്യൂറോക്രാറ്റ് ഈ റന്ധാവ എന്ന് പറയുന്ന ആള് എന്തിനാണ് USCIRFന്റെ RSSന്റെ ഒരു സ്പോക്സ് പേഴ്സൺ പറയുന്നതിൽ അർത്ഥമാണ്? എന്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ, ഇത് എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ എന്തിനാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ എന്തുകൊണ്ടാണ് RSSന് വേണ്ടി ബാറ്റ് ചെയ്യുന്നത്? RSSന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആൾക്കാർ, അത് ക്വസ്റ്റ്യൻ നമ്പർ 1. പിന്നെ നിങ്ങൾ പറയുന്നതിന്റെ അഡീഷണൽ ആയിട്ട് എനിക്ക് ഇതും പറയാം. US മാത്രമല്ല, ഇത് 3 രാജ്യങ്ങളിലേക്കുള്ള ടൂറാണ്. എൻ്റെ അറിവിൽ ഇതൊരു ഫണ്ട് റേസിംഗ്, കാരണം അവരുടെ 100th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഇതൊരു ഫണ്ട് റേസിംഗ് ട്രിപ്പ് കൂടിയാണ്. അപ്പോൾ ഈ മിക്ക ഈ ബിജു മാത്യുയുടെ സ്റ്റോപ്പ് ഫണ്ടിങ് ഹേറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഇഫ് യു സോർട്ട് ഓഫ് ഫോളോ ഇറ്റ്, ഇവര് ഇന്ത്യയെ കുറിച്ച് അറിയാത്ത കമ്പനികളിൽ ഇവരെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെ CSR സ്ഥാനം എടുത്തിട്ട് സേവാഭാരതി അങ്ങനെയുള്ള ഓർഗനൈസേഷൻ, കാരണം ആൻഡ് അഗൈൻ ഈ അമോർഫസ് ഐഡന്റിറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർ പറയുന്ന സേവാഭാരതി ഒരു മോണിറ്ററി ഓർഗനൈസേഷന് അങ്ങോട്ട് പൈസ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പൈസ ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെയും കൂടെ ഒരു ഭാഗമായിട്ടുള്ള യാത്രയാണ് ഈ പുഷ് ബാക്ക്. USCIRFൽ നിന്ന് മാത്രമല്ല, കാനഡയിൽ NDP എന്ന് പറയുന്ന ഒരു ഒപ്പോസിഷൻ പാർട്ടിയുടെ MPകളും റൂളിംഗ് പാർട്ടിയുടെ MPകളും പലരും കനേഡിയൻ പ്രധാനമന്ത്രിക്കും അവര് ഇന്റേണൽ മിനിസ്റ്റർ, ഹോം മിനിസ്റ്ററിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ആൾക്കും വളരെ കൃത്യമായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. ഇയാളെ എൻട്രി ബാൻ ചെയ്യണം, US സാങ്ഷൻസ് വേണമെന്നാണ് പറഞ്ഞത്, അവിടെ എൻട്രി ബാൻ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. UK പുഷ് ബാക്ക് ഉണ്ട്. UK ലേബർ പാർട്ടിയിലും ബാക്കിയുള്ള പാർട്ടികളുടെ ആൾക്കാരും ഇപ്പൊ ഇയാള് എന്താ ഒരു വെൽക്കം കാർപ്പറ്റിലേക്കല്ല പോകുന്നത്. അതൊന്നാണ്. രണ്ടാമത് ഇതൊന്നും ഞാൻ തീർത്തോട്ടെ. രണ്ടാമത്, അപ്പൊ ഈ പുഷ് ബാക്ക് ഒക്കെ വന്ന ഉടനെ ദേ ഹാവ് ടു ഡു സംതിങ്. കാരണം മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഒന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്നല്ലാതെ US കാനഡയിലും. അപ്പൊ ഈ പുഷ് ബാക്ക് വന്നിട്ടുള്ളത് MPമാരും ഗവൺമെന്റ് ബോഡീസ് മാത്രമല്ല, ദർ ആർ ഓൾസോ സിവിൽ സൊസൈറ്റി ബോഡീസ്. ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് US ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ സാധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ ദളിത് ആദിവാസി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഇൻഡോ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഇവരൊക്കെ പുഷ് ബാക്ക് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതിന് കാരണം മൾട്ടിപ്പിൾ സിവിൽ സൊസൈറ്റി, ആംനസ്റ്റി ഇന്റർനാഷണൽ, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഇത് സെക്ടേറിയൻ ഗ്രൂപ്പ്സ്, എല്ലാ ഗ്രൂപ്പ്സും ഇയാളെ കടക്കരുതെന്നാണ് എല്ലാ ഹ്യൂമൻ റൈറ്റ്സ് ഗ്രൂപ്പ്സും പറയുന്നത്. അപ്പൊ അതിന് എന്തായിട്ടുള്ള നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്റർനാഷണൽ, സേവാഭാരതി ഇന്റർനാഷണൽ, അങ്ങനെ ഒരു 5-6 ഓർഗനൈസേഷൻസ് ആണ്. പിന്നെ AHEAD എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് ന്യൂയോർക്കിലെ മീറ്റിംഗ്, അതാണ് ഏറ്റവും വലിയ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ ഇൻഡിപെൻഡന്റ് ബോഡീസ് ആണ്, ഇവരുടെ ഒപ്പീനിയൻസ് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ഈ കൗണ്ടർ പ്രൊപ്പഗാൻഡ അവിടെ നടത്തുന്നത്. അതിനൊരു ലോബിയിങ് ഏജൻസി. അതിനുള്ള പ്രശ്നം എന്താണെന്ന് ബോബി, ഇതൊക്കെ കാണിക്കുന്ന RSS കുറച്ച് നാൾ മുമ്പേ രാം മാധവ് പോയിരുന്നു. അതിന് മുമ്പേ നമ്മൾ കേട്ടു RSS അവിടെ ക്യാപിറ്റൽ ഹില്ലിൽ ലോബിയിങ് ഏജൻസി ഹയർ ചെയ്തു. എന്തോ എനിക്ക് കേട്ടത് $100 million കുറെ നാളത്തേക്ക് RSSന്റെ മുഖം മിനുക്കാൻ വേണ്ടി അവർ ഒരു ലോബിയിങ് ഫേമിനെ ഹയർ ചെയ്തു. ആ ലോബിയിങ് ഫേമിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും താറുമാറാകുന്ന രീതിയിലുള്ള ഇപ്പോൾ വരുന്ന പുഷ് ബാക്കുകൾ. ഡെഫിനറ്റ്ലി 100%. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ലോബിയിങ് ഫേമിനെക്കാളും വലിയ പുഷ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് നമ്മൾ പറയുമല്ലോ, യു ക്യാൻ ഫൂൾ വൺ പേഴ്സൺ, സംടൈം യു ക്യാൻ ഫൂൾ മെനി പീപ്പിൾ മെനി ടൈം, ബട്ട് യു ക്യാൻ ഫൂൾ ഓൾ പീപ്പിൾ ഓൾ ദ ടൈം. ഇത് ഈ ഒരു സാധനം ദേ ആർ വെരി എക്സ്പോസ്ഡ്. അത് ഇന്ത്യയിലും പുറത്തും ഒക്കെ എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പൊ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഞാൻ വേറൊരു മെറ്റഫോർ പറയാം. 1935 തൊട്ടിട്ടുള്ള അന്നത്തെ ലോകം വേറെ ലോകമാണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഹിറ്റ്ലർ യുദ്ധം തുടങ്ങിയതിന് ശേഷം
ഗെബൽസ് ആയിരുന്നല്ലോ പ്രൊപ്പഗാൻഡ മെഷീൻ നടത്തി. അതെ എത്ര പ്രൊപ്പഗാൻഡ നടത്തിയാലും നാസികള് നല്ല മനുഷ്യരാണെന്ന് ആരും പറയില്ല. അതേ സാധനം തന്നെ ഇതും. അതെ അത് അവിടെയാണ്. അല്ല നമ്മള് ആ ആ ആ- ആ ആ ആ ന്യൂസ് അവിടെ ഇരിക്കട്ടെ. പക്ഷെ എന്നെ വളരെ വറി ചെയ്യുന്ന ഒരു സംഗതി, ഈ ഇന്ത്യ ലോകമാനമുള്ള ഗവർണേഴ്സ് അവരുടെ വി സികളെ അപ്പോയിന്റ് ചെയ്യുവാണെങ്കിൽ അത് ഐഡിയോളജിക്കൽ ബേസിസ്, അവർ ഉദ്ദേശിക്കുന്ന ഒരു ബ്രെയിൻ വാഷിംഗ് ഭീകരമല്ലേ? അത് അതൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. 100% അതൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാലം കഴിയാൻ മാത്രമല്ല, അതിൽ നമ്മൾ ഇന്നലെയും മിനിയാന്നൊക്കെ സംസാരിച്ച ഒരു ഇഷ്യൂ ഉണ്ട്. ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു ഇഷ്യൂ ഉണ്ട്. ഹൗ ദ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഹൗ ഓൾ ഓഫ് ദം വർക്ക് ഇൻ ടാൻഡം ടു എൻഷുർ ദിസ്. ഇതിലുള്ള ഒരു വലിയ, ഐ മീൻ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കേരളത്തിന്റെയും പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന്റെയും ഭാഗത്തുനിന്ന് ഒരു നല്ല കാര്യം നടക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. ഇതിന് പുഷ് ബാക്ക് ഉണ്ട്. നിങ്ങൾ ഏത് മോഹൻ കുന്നുമേലെ കൊണ്ടുവന്നാലും കേരളത്തിൽ SFI ഉണ്ട്, KSU ഉണ്ട്, ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ യൂണിയൻസ് ഉണ്ട്. അതിന് അത്യാവശ്യം പുഷ് ബാക്ക് ഉണ്ട്. അപ്പൊ എത്ര ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം. അല്ല പിന്നെ മാത്രമല്ല, ഒരു യൂണിയന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻസ് ഒക്കെ ABVP ആയിരിക്കും പിടിക്കുന്നത്. പക്ഷെ അവിടുത്തെ ശക്തമായ ടീച്ചേഴ്സ് യൂണിയൻ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെ ഒക്കെയാണ്. അപ്പൊ അങ്ങനൊരു ബാക്കപ്പ് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും ഭരിക്കുന്ന പാർട്ടിയും ഭരിക്കുന്ന വൈസ് ചാൻസലറിനും കൂടെ കൂടി കഴിഞ്ഞാൽ ഒത്തിരി സംഗതികൾ ചെയ്യാൻ പറ്റത്തില്ലേ? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അല്ല, പക്ഷെ അതിന്റെ പോസിറ്റീവ് സംഭവം, ഈ ഇന്ത്യയില് IIT-കളും മെഡിക്കൽ കോളേജുകളും സയൻസ്, പ്യുവർ സയൻസ് സ്ഥലങ്ങളും നമ്മളൊരു 10-15 കൊല്ലം മുമ്പ് വരെ they were very within quotes apolitical. അവർ വളരെ റൈറ്റ് വിങ് ആയിരുന്നു. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് വിങ് ആയിരുന്നു. അവർക്ക് ഈ പോളിറ്റിക്സിനൊന്നും യാതൊരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഒരു രീതിയിൽ അത് മാറി തുടങ്ങി. അപ്പൊ IIT മദ്രാസിൽ ആ വൈസ് ചാൻസലർ, ഇപ്പോഴുള്ള വൈസ് ചാൻസലറിന് എതിരായിട്ട് അതിന്റെ ക്യാമ്പസിന്റെ ഉള്ളിൽ നല്ല പുഷ് ബാക്ക് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഒരു പോസിറ്റീവ് സംഭവം, ഐ ഡോണ്ട് നോ ഇവർ ഈ ബ്രെയിൻ വാഷിംഗ് പ്രോസസ് ഇസ് ഇറ്റ് ഡൂയിങ് ദം ഗുഡ് ഓർ ഇസ് ഇറ്റ് ബൈറ്റിംഗ് ഹിം ഇൻ ദെയർ വാട്ട് എവർ പ്ലേസ്? അവരെ തിരിച്ചു കടിക്കുന്നുണ്ടോ? കാരണം ഈ തിരിച്ചു കടിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇവര് ഇത് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ സ്ഥലവും, ഒന്ന് ഇവരിത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോ ഒന്നുമല്ല ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവരിത് ചെയ്യാൻ ശ്രമിക്കുന്നത് കേരളത്തിലും JNUവിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ജാമ്യയിലും ഒക്കെയാണ്. പക്ഷെ ഇവരിത് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അപ്പൊ ഇവരിത് ചെയ്യാൻ ആസ് ദ പുഷ് ടുവേർഡ്സ് സിലബസ് മാറ്റാനും അവിടുത്തെ പോളിറ്റിക്സ് മാറ്റാനും ഒക്കെ ഇവർ പുഷ് ചെയ്യും തോറും ഈ സ്റ്റുഡന്റ് റെസിസ്റ്റൻസ് കൂടുകയാണ്. സംഭവം സമ്മതിക്കുന്നത്. ഇപ്പൊ ബോബി പറഞ്ഞ ചില യൂണിവേഴ്സിറ്റികളും ചില സ്ഥാപനങ്ങളും മാത്രമേ ഉള്ളൂ പുഷ് ബാക്ക്. ബാക്കിയുള്ളിടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ആ പുഷ് ബാക്ക് ഇല്ല. അതായത് മെജോറിറ്റി ഉള്ള യൂണിവേഴ്സിറ്റിയിലെ ഈ ബ്രെയിൻ വാഷിംഗ് ഒരു പ്രശ്നമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഞാൻ വരട്ടെ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെജോറിറ്റി യൂണിവേഴ്സിറ്റി, ഈ സർക്കിളിലുള്ള കുറച്ച് ഇലൈറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലാതെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ്, എന്റെ അഭിപ്രായത്തിൽ, ഐ മൈറ്റ് ബി റോങ്, പണ്ടേ they were part of this structure. പണ്ടേ പാർട്ട് ഓഫ് ദിസ് സ്ട്രക്ചർ. അപ്പൊ അതിപ്പോ BJP വന്നതിന് ശേഷമല്ല, അത് കോൺഗ്രസ് ഉള്ളപ്പോഴൊക്കെ ഇത് തന്നെയായിരുന്നു. ഇപ്പൊ ചില PhD തീസിസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെന്റൻസ് നേരെ വണ്ണം എഴുതാൻ, സെന്റൻസ് ഗ്രാമർ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, അതിന്റെ റിസർച്ച് ആണ് ഇമ്പോർട്ടന്റ്. അത് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് ഇന്ത്യയിൽ that's why foreign universities don't take Indian PhD seriously. കാരണം ഇവിടുത്തെ PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മീഡിയോക്കറാണ്. ഗൈഡ്സിനൊന്നും ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമുള്ള പല MPhil PhD തീസിസുകളിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ പാടില്ല. 2 ആഴ്ച 3 ആഴ്ചയിൽ ഇരുന്നിട്ട് ഇത് എഴുതി കൊടുത്ത് അവർ, കാരണം ആ ടീച്ചേഴ്സിന് അറിയുന്നതിനേക്കാളും കൂടുതലുണ്ട് അതിൽ. അതാണ് ഇതിലുള്ള അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഞാൻ പല കക്ഷികളും JNUവില് PhD-കാരോട് ചോദിക്കുമ്പോൾ
പക്ഷെ നിങ്ങൾ ഇത് ചെയ്യുവാണ്, എനിക്കറിയാവുന്ന സ്ഥലത്തിലാണ് ഇന്ന ഇന്ന കക്ഷികളെ നിങ്ങൾ കണ്ടോ, ഇന്ന ഇന്ന പോയിന്റ്സ് നോക്കിയോ, അവരെ അത്ഭുതമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗൈഡുകൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ഗൈഡ് എന്ന് പറഞ്ഞാൽ അവരല്ലേ ഇതൊക്കെ ഗൈഡ് ചെയ്യണ്ട്. അവരെ സംബന്ധിച്ചുള്ള ഗൈഡുകൾക്കും അറിഞ്ഞുകൂടാ, അവർക്കും അങ്ങനെ ഒരു സെൻസിറ്റൈസേഷൻ ഇല്ലെങ്കിൽ എന്ത് നടക്കാവുന്ന ഒരു ഫ്രീ ഫോർ ഓൾ ആണ് ഇപ്പോൾ നടക്കുന്നത്, ഇല്ലേ? അല്ല, അപ്പൊ ആ ഒരു മീഡിയോക്രിറ്റി ഒന്നും കൂടെ ഭയങ്കര രൂക്ഷമാവും. അതാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം പണ്ട് വൈസ് ചാൻസലർസിനെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇല്ലാതാവുമ്പോ അത് എന്താ, ആ മീഡിയോക്രിറ്റി രൂക്ഷമാവുകയാണ്. ഉം. അത്രേ സംഭവിക്കുന്നുള്ളൂ. അല്ല, And yes, അതാണ് your concern is absolutely right. Your concern is absolutely right. ഇത് കേരളത്തിനും തമിഴ്നാട്ടിനും മറ്റേ JNU-നും HCU-നും ഒക്കെ പുറത്ത് വി ആർ പ്രൊഡ്യൂസിങ് എ ബഞ്ച് ഓഫ് എന്താ പറയാ, ബ്രെയിൻ വാഷ്, വെരി ഡേഞ്ചറസ്. അതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെ ഉണരേണ്ടിയിരിക്കുന്നു. ഇത് എല്ലാരും കാണുന്നുണ്ട് കേട്ടോ. ഇതാണ് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നത് ഈ കാണുന്നുണ്ട്. CJP യൂത്ത് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ സംഗതിയാണ് ഇന്നിപ്പോൾ ടെലിവിഷനിൽ വരുന്നുണ്ട്. അവരുടെ സ്കൂൾ ക്യാമ്പയിനിൽ ഒത്തിരി റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അതായത് ലോക്കൽ വെസ്റ്റേൺ ടെസ്റ്റുകളൊക്കെ ആ സ്കൂളിൽ അവരുടെ യങ്സ്റ്റേഴ്സ് പോയി എക്സാമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്നതിനെതിരെ വരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇതാണ് ദിസ് ഇസ് ദ ഫസ്റ്റ് ബേസിക് എന്താണ് ഗ്രൗണ്ട് റെസ്പോൺസ് ടു ഓൾ ദീസ് തിങ്സ്. അപ്പൊ അത് മുന്നോട്ട് പോകട്ടെ. രാജസ്ഥാൻ സർക്കാർ ഇന്നലെ എനിക്ക് ഭയങ്കര രസമായി തോന്നുന്നു. ഇമ്മീഡിയറ്റ്ലി ഇവര് രാജസ്ഥാനിലെ സ്കൂളുകൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവര് ആദ്യം പോയ സ്കൂളിൽ ബിൽഡിംഗ് ഇല്ല, ആ ടോയ്ലറ്റിൽ മൊത്തം സാധനങ്ങളാണ്, റൂഫ് ഇടിഞ്ഞു വീണിട്ട്. ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ടപ്പോ രാജസ്ഥാൻ സർക്കാർ ഒരു ഓർഡർ ഇറക്കുക. ഓർഡർ എന്താണ്? ആ കുട്ടികളെ പ്രൈവസി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഔട്ട്സൈഡേഴ്സ് പ്രിൻസിപ്പലിന്റെ പെർമിഷൻ ഇല്ലാതെ സ്കൂളിൽ കയറാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല. അപ്പൊ അവർക്ക് കുട്ടികളെ പ്രൈവസി, ഇതുവരെ പ്രശ്നമില്ലാത്ത പ്രൈവസി ഇന്ന് പ്രശ്നമാവാൻ കാരണം ഈ കുട്ടികൾ കാര്യങ്ങൾ തുറന്നു പറയുന്നുള്ള പേടി തന്നെയാണ്. കുട്ടികൾ പറഞ്ഞാലും അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആക്ട് ഒക്കെയാണ് റെഫർ ചെയ്യുന്നത്. ഈ മടയന്മാര് NCPCR ആക്ട് വായിച്ചിട്ടേ ഉണ്ടാവില്ല. അതാണ്. അപ്പൊ അങ്ങനെ ഒരു പുഷ് ബാക്ക് തുടങ്ങിക്കഴിഞ്ഞു ഗ്രൗണ്ടിലെ. അത് മുന്നോട്ട് പോകട്ടെ, അതിന് ഫലം കാണട്ടെ. അതാണ് പുഷ് ബാക്കുകൊണ്ടാണ് അവർ സ്കെയർ ഇങ്ങനെയൊക്കെയുള്ള ഓർഡർ വരുന്നത്. അത് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ നമ്മുടെ രാജ്യം പഴയ പോലെ തിരിച്ചു പിടിക്കാൻ നമുക്ക് നമ്മുടെ സിവിൽ സൊസൈറ്റിക്കും രാഷ്ട്രീയത്തിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.